നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറികൾ എന്തെല്ലാമാണ്, അതിന്റെ വേരിയൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറികൾ ശരിക്കും പറയുന്നത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് അതിന്റെ ഫ്ലക്ച്വേഷൻസ് എല്ലാം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 തിയറീസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് തിയറിക്ക് അകത്ത് ഉള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി, രണ്ടാമത് ഫിഷർ ഇഫക്ട് തിയറി, മൂന്നാമത്തത് ഇന്റർനാഷണൽ ഫിഷർ എഫക്ട് തിയറി. ഇങ്ങനെ 3 തിയറീസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിയുടെ അണ്ടറിൽ വരുന്നത്. അതിൽ ഒന്നാമത്തത് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് 2 കൺട്രീസും എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ 2 കൺട്രീസും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ the difference in interest rate between 2 countries will be equal to the difference in forward exchange rate and spot exchange rate of their currencies. അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഫോർവേഡ് റേറ്റും സ്പോട്ട് റേറ്റും തമ്മിലുള്ള ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആർബിട്രേജിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതെ നോക്കും എന്നാണ് ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ interest rate differential between 2 countries will be equal to differential between forward exchange rate and spot exchange rate. അപ്പോൾ അത് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്. USA ഒരു FD ഇടുവാണെന്നുണ്ടെങ്കിൽ അതിന് 1 വർഷത്തേക്ക് നമുക്ക് 4% ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് വിചാരിക്കാം. സെയിം എമൗണ്ട് സെയിം ടൈമിലേക്ക് ഇന്ത്യയിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ 6 - 4 2%, 2% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് ചില കാര്യങ്ങൾ, ചില അസംഷൻസും ചില ബേസിക് കോൺസെപ്റ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഇതിന്റെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ കോസ്റ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. 2, ദർ ഈസ് ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. 3, ഇൻവെസ്റ്റേഴ്സിന് ഏത് സെക്യൂരിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അത് ആ കൺസേൺഡ് രാജ്യത്തെ കറൻസിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ചില കോൺസെപ്റ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റും സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്വാപ്പ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇമാജിൻ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് 85 രൂപ ആണ് $1 എന്ന് വിചാരിക്കാം. ഇപ്പോഴത്തെ റേറ്റ് 84 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് 1, അത് സ്വാപ്പ് പോയിന്റ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോർവേഡ് റേറ്റ് കൂടുതലും സ്പോട്ട് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് പ്രീമിയത്തിലാണ് എന്നാണ് പറയുക. നേരെ തിരിച്ച് ഫോർവേഡ് റേറ്റ് കുറവ് 84, സ്പോട്ട് റേറ്റ് കൂടുതൽ 85, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ഡിസ്കൗണ്ടിലാണ് റേറ്റ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് അത് വരണേന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടേഷൻ ആണ് ഇതിൽ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഗിവൺ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും 2 രാജ്യങ്ങളെയും ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കമ്പ്യൂട്ടേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഈക്വൽ ടു സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഇൻറ്റു 1 + ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ കൺട്രി C ഡിവൈഡഡ് ബൈ 1 + ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ കൺട്രി B. അപ്പോൾ ഈ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർവേഡ് റേറ്റ് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യനെ USA എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫോർവേഡ് റേറ്റ് ഓഫ് ഇന്ത്യൻ റുപ്പി ഫോർ $, ഇത് സ്പോട്ട് റേറ്റ് ഓഫ് ഇന്ത്യൻ റുപ്പി ഫോർ $, ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഇന്ത്യ, ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ USA. ഇതിൽ നിന്ന് നമുക്ക് വേറെ ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ. അതായത് ഫോർവേഡ് റേറ്റ് ഡിവൈഡഡ് ബൈ സ്പോട്ട് റേറ്റ് ഈസ് ഈക്വൽ ടു 1 + ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഇന്ത്യ ഡിവൈഡഡ് ബൈ 1 + ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ USA. ഇതാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റേറ്റ് കണ്ടെത്താൻ പോണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോണത്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഗിവൺ എക്സ്ചേഞ്ച് റേറ്റ് 80 രൂപയാണെന്ന് വിചാരിക്കാം. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് 82.33 ആകും എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് 6%, USA ഇൻട്രസ്റ്റ് റേറ്റ് 3% ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ 1 ലക്ഷം രൂപ 1,06,000 ആയിട്ട് മാറും. അതേസമയം നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പകരം USA ഇൻവെസ്റ്റ് ചെയ്യുവാണ്. USA ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ 1 ലക്ഷം രൂപ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും? നമ്മൾ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിൽ കൺവേർട്ട് ചെയ്തിട്ട് ഡോളേഴ്സ് ആക്കി മാറ്റിയിട്ട് ആ ഡോളേഴ്സ് നമ്മൾ അവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ
സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് 80 ആണ്. ആ 80 രൂപയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് $1250 നമുക്ക് കിട്ടിയത്. അത് നമ്മൾ 3% USA ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്. ആ 3%ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $1287.50 ആണ്. നമ്മളത് കൺവേർട്ട് ചെയ്യുവാണ് ഫോർവേഡ് റേറ്റിൽ. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നോക്കി, അപ്രോക്സിമേറ്റ്ലി 1,06,000 രൂപയാണ്. സി, അപ്പൊ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യല് സ്പോട്ട് ഫോർവേഡ് നമ്മുടെ ഡിഫറൻഷ്യലും ഏറെക്കുറെ ഈക്വലന്റ് ആണ് എന്നാണ് ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല. നേരത്തെ പറയുന്ന ഡിസ്റ്റോർഷൻസ് ഒന്നും ഇല്ല എന്നുള്ള അസംഷനിലാണ് ഇങ്ങനെ ഒരു കാര്യം ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ഒരു കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, എക്സ്ചേഞ്ച് റേറ്റ് അതിലുള്ള ഡിഫറൻസ് വരുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ ആണ് എന്നാണ് ഈ തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറൻസീസ് ഹാവിംഗ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യുകയും കറൻസീസ് ഹാവിംഗ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. താങ്ക് യു.